ദ ഹിഡൻ യു ബിഹൈൻഡ് യുവർ ചോയ്സസ്. നിങ്ങളുടെ തീരുമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒക്കെ പുറകിൽ ഒളിച്ചിരിക്കുന്ന നിങ്ങൾ അറിയാത്ത ഒരു നിങ്ങൾ. ഒരുപാട് ഇഷ്ടത്തോടെ ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാനുള്ള എക്സൈറ്റ്മെന്റ് കുറഞ്ഞിട്ടുണ്ടോ? വിശപ്പില്ലാതിരുന്നിട്ടും ഒരു പെർട്ടിക്കുലർ ഫുഡ് ഐറ്റം ടിവിയിൽ കാണുമ്പോൾ കഴിക്കണം എന്ന് ആഗ്രഹം തോന്നാറുണ്ടോ? കുറഞ്ഞ വിലയിലും അതേ ക്വാളിറ്റിയിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കെ അതിന്റെ ബ്രാൻഡഡ് വേർഷൻ മാത്രമേ യൂസ് ചെയ്യൂ എന്ന് നിർബന്ധം കാണിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലേ. ഇവിടെയെല്ലാം നമ്മൾ അറിയാത്ത ഒരു നമ്മൾ തീരുമാനമെടുക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ? അദൃശ്യമായ ആ നമ്മളെ വെച്ച് കമ്പനികൾ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആണ് ന്യൂറോ മാർക്കറ്റിംഗ്. ഇവിടെയൊക്കെ നമ്മുടെ റാഷണൽ ബ്രെയിനേക്കാളും സബ് കോൺഷ്യസ് ബ്രെയിൻ ആണ് ആക്റ്റീവ് ആകുന്നത്, അഥവാ റെപ്റ്റീലിയൻ ബ്രെയിൻ. നമ്മൾ ഈ പാമ്പിലും പല്ലിയിലും ഒക്കെ കാണുന്ന ഒരു ബേസിക് ബ്രെയിൻ സ്ട്രക്ചർ ആണ് നമ്മുടെ ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിനിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്നത്. ന്യൂറോ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് അറിയണം. ബ്രെയിനിന് 3 പാളികളുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് നിയോ കോർട്ടെക്സ് ലെയർ ഓർ റാഷണൽ ബ്രെയിൻ. ഒരു കാര്യം നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കുന്നത് ഈ ബ്രെയിനിന്റെ ഫംഗ്ഷനിലൂടെയാണ്. അതിന് തൊട്ട് താഴെ വരുന്നതാണ് നമ്മുടെ ലിംബിക് ബ്രെയിൻ അഥവാ ഇമോഷണൽ ബ്രെയിൻ. വൈകാരികമായി നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ദേഷ്യം, സങ്കടം, സന്തോഷം, ഭയം ഇങ്ങനെയൊക്കെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ലെയറിലാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കമ്പനികളും ഫോക്കസ് ചെയ്യുന്നത് ഈ ലിംബിക് ബ്രെയിനിനെയാണ്. എന്നാൽ വൻകിട കമ്പനികൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിനും താഴെ വരുന്ന ബ്രെയിനിനെയാണ്. അതാണ് നമ്മുടെ റെപ്റ്റീലിയൻ ബ്രെയിൻ. കൺസ്യൂമർ സർവീസിലും കൺസ്യൂമർ ഇൻസൈറ്റ്സിലും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കമ്പനീസ് എല്ലാം തന്നെ ഈ ഒരു ലോവർ ലെയറിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെയറാണ് ഈ ഒരു ബ്രെയിൻ. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ശ്വാസോച്ഛ്വാസം, ഡൈജഷൻ സൈക്കിൾ തുടങ്ങി അൺകോൺഷ്യസ്ലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയാൽ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയറിനെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. കൂടാതെ ഈ റെപ്റ്റീലിയൻ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ന്യൂറോ മാർക്കറ്റിംഗിനെ കുറിച്ചും റെപ്റ്റീലിയൻ ബ്രെയിനിനെ കുറിച്ചും ഒരുപാട് പഠനങ്ങളും കേസ് സ്റ്റഡീസും ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ തന്നെ രസകരമായി നടന്നിട്ടുള്ള ന്യൂറോ മാർക്കറ്റിംഗ് കേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് 1970s ജപ്പാൻ പോപ്പുലേഷനെ കോഫി കുടിപ്പിക്കാൻ പുറപ്പെട്ട നെസ്ലെ കമ്പനിയുടേതാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ജപ്പാൻ ഇക്കോണമിയിൽ കോഫി മാർക്കറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കമ്പനി റിസർച്ചിനും പ്രൊമോഷനുമായി നടത്തിയത്. കമ്പനി ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും പോസിറ്റീവ് റെസ്പോൺസസ് ഉണ്ടായി. ബട്ട് കോഫി സെയിൽസ് ഫ്ലോപ്പ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതിന് മുൻപ് അമേരിക്കയിൽ നടന്ന മറ്റൊരു കേസ് കൂടി കേൾക്കാം. ജീപ്പ് വ്രാംഗ്ലർ, simply Jeep, an iconic vehicle with symbol of freedom, adventure and even military power. 1990s ജീപ്പ് കമ്പനി വണ്ടിയിൽ പ്രധാനമായൊരു മാറ്റം കൊണ്ടുവന്നു. റൗണ്ട് ഹെഡ്ലൈറ്റ്സിന് പകരം സ്ക്വയർ ഷേപ്ഡ് ഹെഡ്ലൈറ്റ്സ്. നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കും എന്ന് കരുതിയെങ്കിലും സെയിൽസ് ക്രാഷ്ഡ്. ഈ 2 പ്രശ്നങ്ങളിലും ഇടപെട്ടത് അന്നത്തെ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലോട്ടിയർ റെപ്പേൽ ആണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കോഫിയുമായി അല്പം പോലും ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്ത ഒരു ചൈൽഡ്ഹുഡ് കഴിഞ്ഞു വന്ന ജനറേഷനാണ് അന്ന് ജപ്പാനിൽ ഉണ്ടായിരുന്നത്. വാക്കുകൊണ്ട് കോഫി ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവര് കോഫി കുടിച്ചു തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും. സോ ഹി സജസ്റ്റഡ് ടു ഫോക്കസ് ഓൺ ചിൽഡ്രൻ ഡോർ ഇൻ ദ ഫോം ഓഫ് കോഫി ഫ്ലേവേർഡ് കാൻഡീസ്. ആൻഡ് ദെൻ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ തീർച്ചയായും കോഫി ഇഷ്ടപ്പെടും, നിങ്ങളുടെ സെയിൽസും മെച്ചപ്പെടും. ആൻഡ് ദിസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വർക്ക്ഡ് ബ്യൂട്ടിഫുള്ളി. അമേരിക്കയിലെ ജീപ്പിന്റെ കേസിലും മിസ്റ്റർ ക്ലോട്ടിയറിന്റെ അഭിപ്രായം വളരെ രസകരമായിരുന്നു. അമേരിക്കൻ മാർക്കറ്റിൽ ജീപ്പ് എന്ന വണ്ടിയെ ഒരു വണ്ടി എന്നതിലുപരി ഒരു പടക്കുതിരയായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ പടക്കുതിരയുടെ ഏറ്റവും ആകർഷണീയമായ കണ്ണുകളെ മാറ്റി സ്ക്വയർ ആക്കിയാൽ തീർച്ചയായും സെയിൽസ് മുന്നോട്ട് പോവില്ല. സോ ഹി സജസ്റ്റഡ് ടു ഗോ ബാക്ക് ടു ദ റൗണ്ട് ഹെഡ്ലൈറ്റ്സ് ഇറ്റ്സെൽഫ് ആൻഡ് ഇവൻച്വലി സെയിൽസ് റിക്കവേർഡ്. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ടും ഈ മേഖലയിലെ ഒരു വിദഗ്ധനായതുകൊണ്ടും ചില നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ സാധിച്ചു. എന്നാൽ ന്യൂറോ മാർക്കറ്റിംഗ് സാധ്യതകളെ കാലേക്കൂട്ടി മനസ്സിലാക്കിയാൽ എത്രയോ ലാഭമാണ് കമ്പനികൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു പുതിയ പ്രൊഡക്റ്റ് കാണുമ്പോൾ, ഒരു പുതിയ ആഡ് കാണുമ്പോൾ നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഹാർട്ട് ബീറ്റ്സിന്റെ റിതം, ഐ ട്രാക്കിംഗ്, ഫേഷ്യൽ കോഡിംഗ്, ബോഡി ടെമ്പറേച്ചർ വേരിയേഷൻ തുടങ്ങി കൃഷ്ണമണി വികസിക്കുന്നതും ചുരുങ്ങുന്നതും വരെ നിരീക്ഷിച്ചാൽ അതിലുണ്ട് ദ ഹിഡൻ യു ബിഹൈൻഡ് യുവർ ചോയ്സസ്. ന്യൂറോ മാർക്കറ്റിംഗ് അനലിസ്റ്റ്, കൺസ്യൂമർ ഇൻസൈറ്റ്സ് മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് തുടങ്ങി നിരവധി ജോലി സാധ്യതകൾ ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു മേഖലയിൽ ഒരു പ്രൊഫഷണൽ കൊമേഴ്സ് ക്വാളിഫിക്കേഷൻ കയ്യിൽ വെച്ചേക്കണേ. താങ്ക് യു.